ഈ തിരുഹൃദയ തിരുനാളിൽ അവിടുന്ന് നമ്മെ സ്നേഹിച്ചു എന്ന ഫ്രാൻസിസ് പാപ്പായുടെ ചാക്രിക ലേഖനത്തിന്റെ പശ്ചാത്തലത്തിൽ നിങ്ങളോട് സംവദിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈശോയുടെ തിരുഹൃദയം സ്നേഹത്തിന്റെ പ്രതീകമാണ്. എല്ലാ മനുഷ്യർക്കും വേണ്ടി പ്രവഹിച്ച രക്ഷയുടെ ഉറവിടമാണ് അവിടുത്തെ തിരുഹൃദയം. 2024 ഒക്ടോബർ 24 അവിടുന്ന് നമ്മെ സ്നേഹിച്ചു എന്ന തന്റെ 4ാമത്തെ ചാക്രിക ലേഖനത്തിലൂടെ ഈശോയുടെ തിരുഹൃദയത്തിന്റെ ദൈവികവും മാനുഷികവുമായ സ്നേഹത്തെക്കുറിച്ച് ഫ്രാൻസിസ് പാപ്പ ലോകത്തോട് സംവദിച്ചു. 5 അധ്യായങ്ങളും 220 ഖണ്ഡികകളുമുള്ള ചാക്രിക ലേഖനം ഈ കാലഘട്ടത്തിൽ ഫ്രാൻസിസ് പാപ്പ നൽകിയ വലിയ അനുഗ്രഹവും മഹത്തായ സമ്മാനവുമാണ്. ഹൃദയമില്ലാത്ത ഒരു സമൂഹത്തിന് സ്നേഹവും ആർദ്രതയും വീണ്ടെടുക്കുവാൻ സമകാലിക വെല്ലുവിളികൾക്കിടയിൽ തിരുഹൃദയ ഭക്തി പുനർജീവിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത ഇതിൽ വരച്ചു കാട്ടുന്നു. താൽക്കാലികതയുടെയും ഉപഭോഗത്തിന്റെയും സംസ്കാരത്തിൽ ഹൃദയത്തിന് സ്ഥാനമില്ല. സാങ്കേതിക വിദ്യകളാൽ നയിക്കപ്പെടുന്നതും ജീവിത തിരക്കുകളാൽ നിയന്ത്രിക്കപ്പെടുന്നതുമായ ലോകത്തിന് അതിന്റെ ഹൃദയം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാം ഉപരിപ്ലവമാകുന്നതിന്റെ അസ്വസ്ഥത ഹൃദയത്തിന്റെ സ്വഭാവ ഗുണത്തെ ഏറെ ബാധിച്ചിരിക്കുന്നു. എല്ലാ തിന്മകളിൽ നിന്നും നമ്മെ സ്വതന്ത്രരാക്കി സമാധാനം നിറച്ച് ജീവിതത്തിന് അർത്ഥം നൽകുവാൻ കഴിവുള്ള ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് മടങ്ങുക, ഹൃദയം വീണ്ടെടുക്കുക എന്നതാണ് യഥാർത്ഥ പ്രതിവിധി. 1-ാം അധ്യായത്തിൽ ഹൃദയത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പാപ്പ വിശദീകരിക്കുന്നത് ശ്രദ്ധിക്കാം. ഹൃദയം ശരീരത്തിന്റെ കേന്ദ്രമാണ്. വ്യക്തിയുടെ യുക്തിപരവും വാസനാസഹജവുമായ സവിശേഷതകളെ ഒന്നിപ്പിക്കുന്ന ഏകോപന കേന്ദ്രം. ദൈവവചനത്താലും സ്നേഹത്താലും ജ്വലിക്കുന്ന ഇടമാണത്. എല്ലാ രഹസ്യങ്ങളും സൂക്ഷിക്കുന്ന അന്തർഭാഗം. ഹൃദയത്തിൽ നിന്നകന്ന് വിലപ്പെട്ടതായി ഒന്നും ചെയ്യാനാവില്ല. ജെറമ്യ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം 9-ാം വാക്യത്തിൽ പറയുന്നത് പോലെ ഹൃദയം മറ്റെന്തിനേക്കാളും കാപട്യമുള്ളതാണ്. അതിനെ ആർക്കാണ് മനസ്സിലാക്കാൻ കഴിയുക? കാപട്യവും വഞ്ചനയും ഹൃദയത്തെ മുറിപ്പെടുത്തുകയും വികൃതമാക്കുകയും ചെയ്യുന്നു. ഓരോ വ്യക്തിയുടെയും ആന്തരിക യാഥാർത്ഥ്യമായ ഹൃദയം മിക്കപ്പോഴും തിന്മകളാകുന്ന പച്ചില പടർപ്പിനാൽ പൊതിയപ്പെട്ടിരിക്കുകയാണെന്ന് പാപ്പ ഓർമ്മപ്പെടുത്തുന്നു. യുക്തി സാങ്കേതികതയ്ക്ക് അല്ലെങ്കിൽ സഹജവാസനകൾക്ക് അമിത പ്രാധാന്യം നൽകുന്നതിനാൽ ആന്തരികത ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. ഹൃദയത്തിന് ഇടം നൽകുന്നതിലെ പരാജയം, ഹൃദയത്തിന്റെ വിലയിടിവ് സ്നേഹമെന്ന മൂല്യത്തിന് ശോഷണം വരുത്തുന്നു. ഹൃദയത്തിന്റെ അതുല്യമായ ശക്തി സ്നേഹമാണ്. ഹൃദയം സജീവമല്ലെങ്കിൽ മനുഷ്യൻ തനിക്ക് തന്നെ അന്യനായിത്തീരും. അയാൾക്ക് ഒരുവനോടും അടുക്കാൻ കഴിയുകയില്ല. വ്യക്തികൾ തമ്മിലുള്ള യഥാർത്ഥ അടുപ്പം സൃഷ്ടിക്കുവാൻ ഹൃദയത്തിന് മാത്രമേ കഴിയൂ. ആത്മബന്ധം ഹൃദയത്തിന്റെ പ്രവൃത്തിയാണ്. ഞാൻ എന്നത് എന്റെ ഹൃദയമാണ്. കാരണം എന്നെ വേറിട്ടതാക്കുന്നത് എന്റെ ഹൃദയമാണ്. സ്വാർത്ഥതയും നാർസിസവും ആധിപത്യം പുലർത്തുന്ന ഒരു സമൂഹം കൂടുതൽ കൂടുതൽ ഹൃദയശൂന്യമായി മാറും. ആരോഗ്യകരമായ ബന്ധങ്ങൾ സാധിക്കാതെ വരുമ്പോൾ നമുക്ക് ദൈവത്തിലേക്കുള്ള തുറവ് അസാധ്യമായി തീരും. മറ്റുള്ളവരെ അംഗീകരിക്കാനുള്ള കഴിവ് നാം ആർജിക്കുന്നതനുസരിച്ചാണ് നാമായി തീരുന്നത്. നമ്മുടെ ഹൃദയത്തിൽ സ്നേഹം ഭരണം നടത്തുന്നുവെങ്കിൽ സമ്പൂർണവും തിളക്കമാർന്നതുമായ രീതിയിൽ
നാം ആരായിരിക്കുവാൻ വിളിക്കപ്പെട്ടുവോ ആ വ്യക്തികളായി നാം മാറും. ഉദാഹരണമായി കാര്യങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ച പരിശുദ്ധ കന്യകാമറിയത്തെ പാപ്പ ചൂണ്ടിക്കാണിക്കും. ഹൃദയശൂന്യമായി തീർന്ന ഒരു ലോകത്തിന്റെ അടയാളമാണ് യുദ്ധങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നത്. സർവനാശകാരിയായ യുദ്ധം വിതയ്ക്കുന്ന കെടുതികൾക്കിരയാകുന്ന സ്ത്രീകളും കുഞ്ഞുങ്ങളും പ്രായമായവരും കൊല്ലപ്പെട്ടവർക്ക് വേണ്ടി വിലപിക്കുന്നവരും തങ്ങൾ ജീവിച്ച ഭവനങ്ങളും സമ്പാദിച്ചവയും നഷ്ടമായതിന്റെ തീവ്ര ദുഃഖത്തിൽ മരിക്കാൻ ആഗ്രഹിക്കുന്നവരെയും കണ്ടുമുട്ടേണ്ടി വരുന്നത് ഹൃദയഭേദകമാണെന്ന് പാപ്പ പറയുന്നു. ഹൃദയത്തിൽ നിന്ന് ആരംഭിച്ച് നമ്മുടെ ജീവിതം ക്രമീകരിക്കുന്ന ആത്മീയ അഭ്യാസങ്ങളുടെ ആവശ്യം ഇവിടെയാണ്. ദൈവത്തിന്റെ സൗഹൃദം സ്വീകരിക്കുക എന്നത് ഹൃദയത്തിന്റെ കാര്യമാണ്. പൂർണ്ണമായ അർത്ഥത്തിൽ നമ്മെ വ്യക്തികളാക്കി മാറ്റുന്നത് ആത്മീയതയാണ്. ക്രിസ്തു നമുക്ക് വേണ്ടി മരണം വരിച്ചു എന്നത് കേവലം അറിവല്ല, അതൊരു വാത്സല്യമാണ്, സ്നേഹവുമാണ്. നമ്മുടെ സകല ചിന്തകൾക്കും ആശയങ്ങൾക്കും അപ്പുറം കർത്താവ് തൻ്റെ തിരുഹൃദയത്തിൽ നിന്ന് നമ്മുടെ ഹൃദയങ്ങളോട് സംസാരിച്ച് നമ്മെ രക്ഷിക്കുന്നു. പ്രശസ്ത ബുദ്ധിജീവിയായ വിശുദ്ധ ജോൺ ഹെൻറി ന്യൂമാൻ തന്നെ കണ്ടുമുട്ടിയതും സമാധാനം അനുഭവിച്ചതും ക്രിസ്തുവിന്റെ ഹൃദയത്തിലാണ്. ക്രിസ്തുവിനെ കേൾക്കുകയും രുചിച്ചറിയുകയും അവിടുത്തേക്ക് യോഗ്യമായ ബഹുമാനം നൽകുകയും ചെയ്യുക എന്നത് ഹൃദയത്തിന്റെ കാര്യമാണ്. ഹൃദയത്തിൽ നിന്ന് ആരംഭിക്കുന്നതിലൂടെ മാത്രമേ നമ്മുടെ സമൂഹങ്ങൾക്ക് വ്യത്യസ്ത മനസ്സുകളെയും ഇച്ഛാശക്തികളെയും ഒന്നിപ്പിക്കാനും അനുരഞ്ജിപ്പിക്കാനും കഴിയൂ. ക്രിസ്തുവിന്റെ ഹൃദയവുമായി ഐക്യപ്പെട്ടിരിക്കുന്ന നമ്മുടെ ഹൃദയങ്ങൾക്ക് ഈ സാമൂഹിക അത്ഭുതം പ്രവർത്തിക്കാൻ കഴിയും. ഹൃദയത്തെ ഗൗരവമായി എടുക്കുന്നത് സാമൂഹിക മാറ്റങ്ങൾ ഉളവാക്കും. നമ്മുടെ ഹൃദയങ്ങൾ സ്വയം പര്യാപ്തമല്ല, അവ ബലഹീനവും മുറിവേറ്റതുമാണ്. ദൈവസ്നേഹത്തിന്റെ സഹായം നമുക്ക് ആവശ്യമാണ്. അതിനാൽ ദൈവികവും മാനുഷികവുമായ സ്നേഹത്തിന്റെ ജ്വലിക്കുന്ന ചൂളയും മനുഷ്യരാശിക്ക് ആഗ്രഹിക്കാൻ കഴിയുന്ന ഏറ്റവും ഉദാത്തമായ പൂർത്തീകരണവുമായ ക്രിസ്തുവിന്റെ ഹൃദയത്തിലേക്ക് നമുക്ക് തിരിയാമെന്ന് പാപ്പ ഉദ്ബോധിപ്പിക്കുന്നു. ക്രിസ്തു ലോകത്തിന്റെ ഹൃദയമാണ്. അവിടുത്തെ കുരിശുമരണം, പുനരുത്ഥാനം എന്നീ പെസഹ രഹസ്യങ്ങളാണ് ചരിത്രത്തിന്റെ കേന്ദ്രബിന്ദു. തിരുഹൃദയമാണ് സകല യാഥാർത്ഥ്യങ്ങളുടെയും ഏകീകരണ തത്വം. ആ ഹൃദയത്തിൽ നിന്ന് നാം നമ്മെ തന്നെ അറിയുകയും എങ്ങനെ സ്നേഹിക്കണമെന്ന് പഠിക്കുകയും ചെയ്യുന്നു. 2-ാം അധ്യായത്തിൽ ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എന്റെ മുഖം വഹിച്ച് എന്നിൽ നിന്ന് പഠിക്കുവിൻ എന്ന് അരുളി ചെയ്ത ഈശോയുടെ ഹൃദയത്തെ പ്രതിഫലിപ്പിക്കുന്ന സ്നേഹത്തിന്റെ വാക്കുകളും പ്രവൃത്തികളും സുവിശേഷ പശ്ചാത്തലത്തിൽ പാപ്പ വിശദീകരിക്കുന്നു. ഈശോ നമ്മോട് ഉള്ള സ്നേഹം പ്രകടമാക്കിയത് ദൈർഘ്യമേറിയ വിശദീകരണത്തിലൂടെ അല്ല, യഥാർത്ഥ പ്രവൃത്തികളിലൂടെയാണ്. കർത്താവ് നമ്മോട് ഇടപെടുന്നത് അപരിചിതൻ എന്ന നിലയിലല്ല, പ്രത്യുത താൻ ജാഗ്രതയോടെ കാത്തുസൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന അമൂല്യ സമ്പത്ത് എന്ന നിലയിലാണ്. നമ്മെ ദാസന്മാരായല്ല, സ്നേഹിതന്മാരായിട്ടാണ് അവിടുന്ന് പരിഗണിക്കുന്നത്. വചനം പറയുന്നു, അവിടുന്ന് ജനത്തിന്റെ അടുത്തേക്ക് വന്നു. ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള എമ്മാനുവേൽ എന്നാണ് അവന്റെ പേര്. അവിടുന്ന് മനുഷ്യരെ തേടിപ്പോവുകയും അവരെ സമീപിക്കുകയും അവരുമായി കൂടിക്കാഴ്ചയ്ക്ക് സന്നദ്ധനായിരിക്കുകയും ചെയ്യുന്നു. കിണറ്റിൻകരയിൽ വെള്ളമെടുക്കാൻ എത്തിയ സമരിയാക്കാരിയോട് സംസാരിക്കുന്നതും പകൽ തന്റെ മുമ്പിൽ വരുന്നത് ഭയപ്പെട്ടിരുന്ന നിക്കോദേമോസിനെ രാത്രിയിൽ കാണുന്നതും തന്റെ പാദങ്ങൾ കഴുകാൻ വ്യഭിചാരിണിയെ അനുവദിക്കുന്നതും
നമ്മെ അതിശയിപ്പിക്കുന്നവയല്ലേ? ദൈവം സമീപസ്ഥനാണ്, അനുകമ്പയാണ്, ആർദ്ര സ്നേഹമാണ്. ക്രിസ്തു കാണിച്ചു തന്നു കരുതലിന്റെ സൂക്ഷ്മശാസ്ത്രം. സകലരും നമ്മെ അവഗണിക്കുന്നു, നമുക്ക് സംഭവിക്കുന്നതിനെ ആരും ശ്രദ്ധിക്കുന്നില്ല, ആരും നമുക്ക് പ്രാധാന്യം കൽപ്പിക്കുന്നില്ല എന്ന് നമുക്ക് തോന്നുമ്പോഴും അവിടുന്ന് നമ്മെ കരുതുന്നുണ്ട്. ദൈവം നമ്മെ വാക്കുകൾ കൊണ്ടല്ല സ്നേഹിക്കുന്നതെന്ന് ക്രിസ്തു കാണിച്ചു തന്നു. നമ്മുടെ ജീവിതത്തിൽ സന്നിഹിതനായിരിക്കുവാൻ യേശു എല്ലായ്പ്പോഴും ഒരു വഴി കണ്ടെത്തുന്നു. ഒരു ദൗത്യത്തിനായി അവിടുന്ന് നമ്മെ വിളിക്കുമ്പോൾ ആദ്യം അവിടുന്ന് നമ്മെ നോക്കുന്നു, നമ്മുടെ ഹൃദയത്തിന്റെ ആഴമളക്കുന്നു, തന്റെ ദൃഷ്ടി നമ്മിൽ ഉറപ്പിക്കുന്നു. നമ്മുടെ നല്ല ഉദ്ദേശങ്ങളും ചെറിയ ചെറിയ സ്നേഹപ്രവൃത്തികളും യേശു അറിയുന്നു. ഒരു വിധവ നിക്ഷേപിച്ച 2 ചെമ്പുതുട്ടുകൾ അവിടുന്ന് കണ്ടതായി സുവിശേഷം രേഖപ്പെടുത്തിയിരിക്കുന്നു. നമ്മിൽ കാണുന്ന നന്മകളെ ഈശോ വിലമതിക്കുന്നു. നമ്മുടെ സതുദ്ദേശങ്ങളെ കുറിച്ച് മറ്റുള്ളവർക്ക് അറിയില്ലെങ്കിലും യേശു അവ കാണുകയും അവയെ വിലമതിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ഏറ്റവും പരമോദാത്തമായ ആവിഷ്കാരം കുരിശിലാണ് കാണുന്നത്. കുരിശിലെ ക്രിസ്തുവിന്റെ ആത്മത്യാഗം വിശുദ്ധ പൗലോസിന്റെ ജീവിതത്തിലെ പ്രേരക ശക്തിയായിരുന്നു. ക്രിസ്തു തന്നെ സ്നേഹിച്ചു എന്നതിൽ പൗലോസ് അഭിമാനിച്ചു. ആ സ്നേഹത്തിൽ നിന്ന് ഒരു ശക്തിക്കും മരണത്തിനു പോലും തന്നെ വേർപെടുത്താനാവില്ലെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ക്രിസ്തുവിന്റെ ഹൃദയത്തിലേക്കുള്ള ഉൾക്കാഴ്ച നൽകുന്ന വാക്കുകളും പ്രവൃത്തികളും വിവരിച്ച ശേഷം 3-ാം അധ്യായത്തിൽ തിരുഹൃദയത്തിന്റെ പരിശുദ്ധമായ ദിവ്യ രഹസ്യത്തെക്കുറിച്ച് പാപ്പ വിചിന്തനം ചെയ്യുന്നു. കണ്ടാലും ഇത്രയധികം സ്നേഹിച്ച ഹൃദയമാണിത്. അതിരുകളില്ലാത്ത അവിടുത്തെ സ്നേഹത്തിന്റെ സ്വാഭാവിക അടയാളവും പ്രതീകവുമാണ് യേശുവിന്റെ ഹൃദയം. തിരുഹൃദയത്തോടുള്ള ഭക്തി ഒരു അവയവത്തോടുള്ള ആരാധനയല്ല, മറിച്ച് ക്രിസ്തു എന്ന വ്യക്തിക്ക് നൽകുന്ന ആരാധനയാണ് അതെന്ന് പാപ്പ പഠിപ്പിക്കുന്നു. ഈശോയുടെ സ്നേഹത്താൽ ആകർഷിക്കപ്പെട്ട് അവിടുന്നുമായുള്ള ബന്ധത്തിൽ വളർന്ന് ഗാഢ സൗഹൃദത്തിന്റെയും ആരാധനയുടെയും തലത്തിലേക്ക് ഉയരുന്നതാണ് തിരുഹൃദയ ഭക്തി. ഈശോയുടെ തിരുഹൃദയത്തിൽ അവിടുത്തെ ത്രിവിധ സ്നേഹം പ്രകടമാണ്. ഒന്നാമതായി അനന്തവും നിത്യവും ദൈവികവുമായ സ്നേഹം. രണ്ടാമത് കുരിശിൽ പ്രകടമായ കൗദാശിക സ്നേഹം. മൂന്നാമത് അവിടുത്തെ ഭൗതിക ഹൃദയത്തിന്റെ ആർദ്രവും ഇന്ദ്രിയപരവുമായ സ്നേഹം. ഇവ വേർതിരിക്കാവുന്നതോ വിഘടിക്കപ്പെടുന്നതോ അല്ല. ക്രിസ്തുവിന്റെ ഹൃദയത്തിൽ നാം പ്രവേശിക്കുമ്പോൾ മാനുഷിക വാത്സല്യങ്ങളും വികാരങ്ങളും നിറഞ്ഞ അവിടുത്തെ ഹൃദയത്താൽ നാം സ്നേഹിക്കപ്പെടുന്നു എന്ന അനുഭവം നമുക്കുണ്ടാകും. ആത്മീയ സ്നേഹമാകട്ടെ കൃപാവരത്താലും ദൈവിക സ്നേഹത്താലും നിറഞ്ഞിരിക്കുന്നു. പുത്രൻ എന്ന നിലയിൽ അവിടുത്തെ മാനുഷിക സ്നേഹത്തിന്റെ അനന്തമായ തേജസ്സിൽ നാം ആമഗ്നരാകും. തിരുഹൃദയത്തോടുള്ള ഭക്തി നമ്മെ പരിശുദ്ധ കൂദാശകളിലേക്ക് അടുപ്പിക്കുന്നു. തിരുഹൃദയ ഭക്തി ത്രിത്വാത്മകമാണ്. ഈശോയുടെ ഹൃദയത്തിന് നൽകുന്ന ആരാധന പിതാവിലേക്ക് ആനയിക്കപ്പെടുന്നു. പുത്രൻ എന്ന നിലയിൽ അവിടുന്ന് പിതാവിനെ മഹത്വപ്പെടുത്തുന്നു. ക്രിസ്തീയ ജീവിതം മുഴുവൻ പിതാവിന്റെ ഭവനത്തിലേക്കുള്ള ഒരു തീർത്ഥയാത്ര പോലെയാണ്. ക്രിസ്തുവിന്റെ ഹൃദയം പരിശുദ്ധാത്മാവിന്റെ ശ്രേഷ്ഠ സൃഷ്ടിയാണ്. ഈശോയുടെ തിരുഹൃദയത്തിലൂടെയാണ് പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് വരുന്നത്. ആത്മാവിന്റെ പ്രേരണയാൽ ക്രിസ്തുവിലൂടെയും ക്രിസ്തുവിനൊപ്പവും ക്രിസ്തുവിലും നാം പിതാവിന് മഹത്വം നൽകുന്നു. മുൻഗാമികളായ മാർപ്പാപ്പമാർ തിരുഹൃദയ ഭക്തിയെക്കുറിച്ച് പഠിപ്പിച്ചിട്ടുള്ളവ അനുസ്മരിപ്പിച്ചുകൊണ്ടും സമകാലീന ലോകത്ത് തിരുഹൃദയ ഭക്തിയുടെ ആവശ്യകത ചൂണ്ടിക്കാട്ടിയും തിരുഹൃദയത്തോടുള്ള ഭക്തി പുതുക്കുവാൻ മാർപ്പാപ്പ നാം ഏവരെയും ക്ഷണിച്ചിരിക്കുന്നു. 3-ാം അധ്യായത്തിൽ
പാനീയമായി സ്വയം നൽകുന്ന തിരുഹൃദയ സ്നേഹത്തെ കാണിച്ചു തരുന്നു. വിശുദ്ധ ഗ്രന്ഥ ഉറവിടങ്ങളും സഭാപിതാക്കന്മാരുടെ പ്രബോധനങ്ങളും തിരുഹൃദയ ഭക്തരായ വിശുദ്ധരുടെ മൗലിക അനുഭവങ്ങളും ഈ അധ്യായത്തിൽ വിശദീകരിക്കുന്നു. തിരുഹൃദയത്തോടുള്ള ഭക്തി ക്രിസ്തുവിനോടുള്ള വാത്സല്യവും അടുപ്പവും വളർത്തുന്നതിനുള്ള മാർഗമാണ്. അത് നമ്മെ പരിപോഷിപ്പിക്കുകയും സുവിശേഷത്തിലേക്ക് അടുപ്പിക്കുകയും ചെയ്യുന്നു. 5-ാം അധ്യായത്തിൽ മിഷനറി പ്രതിബദ്ധതയെക്കുറിച്ചും ഉപവിപ്രവർത്തനങ്ങളെക്കുറിച്ചും പരാമർശിച്ചുകൊണ്ട് തിരുഹൃദയ പ്രേഷിതത്വം വിശദമാക്കുന്നു. ക്രിസ്തുവിന്റെ തിരുഹൃദയവും ക്രിസ്തുവിന്റെ തിരുഹൃദയത്തോടുള്ള യഥാർത്ഥ ഭക്തിയുടെ സാമൂഹിക സാമുദായിക പ്രേഷിത മാനങ്ങളെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുമ്പോൾ ക്രിസ്തുവിന്റെ ഹൃദയം നമ്മെ പിതാവിലേക്ക് നയിക്കുന്നത് പോലെ തന്നെ അത് നമ്മെ നമ്മുടെ സഹോദരീ സഹോദരന്മാരിലേക്കും നയിക്കുന്നു. ക്രിസ്തുവിന്റെ ഹൃദയം നമ്മുടെ ജീവിതത്തിൽ പ്രചോദിപ്പിക്കുന്ന സേവനത്തിന്റെയും സാഹോദര്യത്തിന്റെയും ദൗത്യത്തിന്റെയും ഫലങ്ങളിൽ പിതാവിന്റെ ഇഷ്ടം പൂർത്തീകരിക്കപ്പെടുന്നു. അതുവഴി നമ്മൾ പൂർണ്ണത കൈവരിക്കുന്നു. അങ്ങനെ നാം ധാരാളം ഫലം പുറപ്പെടുവിക്കുകയും അവിടുത്തെ ശിഷ്യന്മാരാവുകയും അതുവഴി പിതാവ് മഹത്വപ്പെടുകയും ചെയ്യുന്നു. ക്രിസ്തുവിന്റെ ഹൃദയത്തോടുള്ള ഏറ്റവും നല്ല പ്രതികരണം നമ്മുടെ സഹോദരീ സഹോദരന്മാരെ സ്നേഹിക്കലാണ്. വചനം ഇത് സ്പഷ്ടമാക്കുന്നു. എന്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവനെ നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. നമ്മുടെ കർത്താവ് ഒരു ഹൃദയത്തിൽ വസിക്കുമ്പോൾ നമ്മുടെ ഏറ്റവും ചെറിയ സഹോദരീ സഹോദരന്മാരിലേക്ക് എത്തിപ്പെടാനാകുന്ന വിധത്തിൽ അവിടുത്തെ വികാരഭാവങ്ങൾ അതിന് നൽകുന്നു. വിശുദ്ധ വിൻസെന്റ് ഡി പോളിന്റെ അപ്പസ്തോലിക തീഷ്ണത ക്രിസ്തുവിന്റെ ഹൃദയത്തോടുള്ള ആരാധനയാൽ പോഷിതമായിരുന്നു എന്ന് ചൂണ്ടിക്കാണിക്കുന്നു. ക്രിസ്തു തന്റെ വെളിച്ചം കൊണ്ട് പ്രകാശിപ്പിച്ച ദൈവിക സത്യങ്ങൾ നാം മറ്റുള്ളവരെ പഠിപ്പിക്കണം. ക്രിസ്തുവിന്റെ ആത്മാർപ്പണത്തെക്കുറിച്ച് ധ്യാനിക്കുന്ന നാം മറ്റുള്ളവർക്കായി നമ്മുടെ ജീവൻ നൽകാൻ തയ്യാറാകണം. മനുഷ്യമഹത്വവും സാഹോദര്യ ബന്ധവും വളർത്തി മനുഷ്യകുലത്തെ ദൈവത്തിലേക്ക് നയിക്കുന്നവരായിരിക്കണം യഥാർത്ഥ തിരുഹൃദയ പ്രേഷിതർ. തിന്മ വരുത്തിയ നാശങ്ങൾക്കിടയിൽ ക്രിസ്തുവിനോടൊപ്പം സ്നേഹത്തിന്റെ ഒരു പുതിയ സംസ്കാരം പണിയാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. സ്നേഹം പരിപൂർണതയിൽ വാഴുന്ന സ്ഥലം ക്രിസ്തുവിന്റെ ഹൃദയമാണ്. തിരുഹൃദയത്തിന്റെ സ്നേഹജ്വാല മനുഷ്യ ഹൃദയങ്ങളിൽ കൊളുത്തി ചുറ്റുമുള്ളവരിലേക്ക് പകർത്തി ലോകം മുഴുവൻ വ്യാപിപ്പിക്കുവാൻ ശക്തമായ സ്നേഹത്തിന്റെ ആവിഷ്കാരമായി ഒരു തിരുഹൃദയ സംസ്കാരം വളർന്നു വരണം. ക്രിസ്തുവിന്റെ സ്നേഹത്തിന് മാത്രമേ ഒരു പുതിയ മാനവികത കൊണ്ടുവരുവാൻ കഴിയൂ എന്ന് സമർത്ഥിച്ചുകൊണ്ട് ഫ്രാൻസിസ് പാപ്പ ചാക്രിക ലേഖനം ഉപസംഹരിക്കുന്നു. പാപ്പ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു: നമ്മൾ തന്നെ വരുത്തിവെച്ച മുറിവുകൾ സുഖപ്പെടുത്താനും മറ്റുള്ളവരെ സ്നേഹിക്കുവാനും ശുശ്രൂഷിക്കുവാനുമുള്ള നമ്മുടെ കഴിവിനെ ശക്തിപ്പെടുത്താനും നീതിയും ഐക്യവും സാഹോദര്യവുമുള്ള ഒരു ലോകം ലക്ഷ്യമാക്കി ഒത്തൊരുമിച്ച് യാത്ര ചെയ്യുന്നതിന് നമ്മെ പ്രചോദിപ്പിക്കാനും കഴിയുന്ന ജീവജലത്തിന്റെ അരുവികൾ ഒഴുക്കുന്നത് തുടരണമേ എന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഹൃദയത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ സാന്നിധ്യത്തിൽ സ്വർഗരാജ്യത്തിലെ വിരുന്ന് ഒരുമിച്ച് ആസ്വദിക്കുന്ന ആ ദിവസം വരെയും തന്റെ തുറന്ന ഹൃദയത്തിൽ നിന്നും പ്രസരിക്കുന്ന നിത്യപ്രകാശത്തിൽ നമ്മുടെ എല്ലാ വ്യത്യാസങ്ങളും സമന്വയിക്കപ്പെടട്ടെ. അവിടുന്ന് എന്നേക്കും വാഴ്ത്തപ്പെട്ടവനാകട്ടെ. തിരുഹൃദയ തിരുനാൾ മംഗളങ്ങൾ.